നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ ജോഗ്രഫി അധ്യായം 1 ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്നൊരു ചാപ്റ്റർ 1ാം ഭാഗം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം. അപ്പോൾ എവിടെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്? ലംബദിശയിലുണ്ടാകുന്ന വായുവിൻ്റെ ചലനമാണ് വായുപ്രവാഹങ്ങൾ. തിരശ്ചീന ദിശയിൽ ഉഷ്ണമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്കുള്ള വായുവിൻ്റെ ചലനത്തെ കാറ്റ് എന്നും വിളിക്കുന്നു. ഇലകൾ ഇളകിയാൽ മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ഇളം കാറ്റുകൾ മുതൽ സർവനാശം വിതയ്ക്കുന്ന കൊടുങ്കാറ്റുകൾ വരെ കാറ്റുകൾ വിവിധ തരത്തിലുണ്ട്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ബാക്കി നോക്കാം. എവിടെ നിന്ന് വീശുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാറ്റുകൾക്ക് പേര് നൽകാറുള്ളത്. ഉദാഹരണമായി തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും വീശുന്ന കാറ്റുകളെ തെക്കു പടിഞ്ഞാറൻ കാറ്റുകൾ എന്നും കടലിൽ നിന്നും കരയിലേക്കുള്ള കാറ്റുകളെ കടൽ കാറ്റുകൾ എന്നും വിളിക്കുന്നു. അപ്പോൾ എന്താണ്, എവിടെ നിന്ന് വീശുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കാറ്റുകൾക്ക് സാധാരണയായി പേര് നൽകാറുള്ളത്. അതിനുദാഹരണമാണ് തെക്ക് പടിഞ്ഞാറ് നിന്ന് വീശുന്ന കാറ്റുകളെ തെക്കു പടിഞ്ഞാറൻ കാറ്റുകൾ, കടലിൽ നിന്നും കരയിലേക്കുള്ള കാറ്റുകളെ കടൽ കാറ്റുകൾ എന്നും വിളിക്കുന്നു. കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം കോറിയോലിസ് ബലമാണ്. കോറിയോലിസ് ബലത്തെപ്പറ്റി മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് കോറിയോലിസ് ബലം? കോറിയോലിസ് പ്രഭാവം മൂലം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയുടെ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. അതായത് ഈ കോറിയോലിസ് പ്രഭാവം മൂലം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയുടെ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. എന്നാൽ കാറ്റിൻ്റെ വേഗതയെയും ശക്തിയെയും പ്രധാനമായും 2 കാര്യങ്ങളാണ് സ്വാധീനിക്കുന്നത്. നോക്കാം. കാറ്റിൻ്റെ വേഗതയും ശക്തിയും സ്വാധീനിക്കുന്ന 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? 1 മർദ്ദച്ചെരിവ് ബലം, 2 ഘർഷണബലം. ഏതൊക്കെയാണ്? മർദ്ദച്ചെരിവ് ബലം, ഘർഷണബലം. തിരശ്ചീന തലത്തിൽ കാറ്റിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് മർദ്ദച്ചെരിവ്. മർദ്ദവ്യത്യാസം മൂലം ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക് വായുവിൻ്റെ ചലനം സാധ്യമാക്കുന്ന ബലമാണ് മർദ്ദച്ചരിവു ബലം. അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ തമ്മിൽ കാര്യമായ മർദ്ദവ്യത്യാസമാണുള്ളതെങ്കിൽ മർദ്ദച്ചരിവ് കൂടുതലാണെന്നും തിരശ്ചീന തലത്തിൽ മർദ്ദത്തിൽ കാര്യമായ വ്യത്യാസമില്ലെങ്കിൽ മർദ്ദച്ചരിവ് കുറവെന്നും കണക്കാക്കുന്നു. മർദ്ദച്ചരിവ് കൂടിയ ഇടങ്ങളിൽ കാറ്റും ശക്തമായിരിക്കും. അപ്പോൾ എന്താണ്, അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ തമ്മിൽ കാര്യമായ മർദ്ദവ്യത്യാസമാണുള്ളതെങ്കിൽ മർദ്ദച്ചരിവ് കൂടുതലാണെന്നും തിരശ്ചീന തലത്തിൽ മർദ്ദത്തിൽ കാര്യമായ വ്യത്യാസമില്ലെങ്കിൽ മർദ്ദച്ചെരിവ് കുറവാണെന്നും കണക്കാക്കുന്നു. മർദ്ദച്ചെരിവ് കൂടിയ ഇടങ്ങളിൽ കാറ്റ് ശക്തമായിരിക്കും. കുന്നുകൾ, മലകൾ, വനങ്ങൾ, മനുഷ്യനിർമ്മിതികൾ തുടങ്ങിയവ ഉയർത്തുന്ന ഘർഷണം കാറ്റിൻ്റെ സുഗമ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ്, നമ്മുടെ ഈ ഭൂമുഖത്തുണ്ടാകുന്ന കുന്നുകൾ, മലകൾ, വനങ്ങൾ, മനുഷ്യനിർമ്മിതികൾ തുടങ്ങിയവ ഉയർത്തുന്ന ഘർഷണം കാറ്റിൻ്റെ സുഗമ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്നു. അടുത്തത് അനിമോമീറ്ററും വിൻഡ് വെയിനും. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. എന്നാൽ കാറ്റിൻ്റെ ദിശ സൂചിപ്പിക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിൻ. അപ്പോൾ കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. എത്ര കിലോമീറ്ററിൽ ഒരു മണിക്കൂറിൽ കാറ്റ് വീശുന്നു എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. എന്നാൽ കാറ്റിൻ്റെ ദിശ സൂചിപ്പിക്കുന്ന ഉപകരണമാണ് ഏത്? വിൻഡ് വെയിൻ. ഇനി വിവിധ തരം കാറ്റുകൾ ഏതെല്ലാണെന്ന് നോക്കാം. സ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ. ഏതൊക്കെയാണ്? സ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ. ആദ്യമായിട്ട് സ്ഥിരവാദങ്ങൾ എന്താണെന്ന് നോക്കാം. വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണിവ. നിരന്തരവാദങ്ങൾ, ആഗോളവാദങ്ങൾ എന്നീ പേരുകളിലും സ്ഥിരവാദങ്ങൾ അറിയപ്പെടുന്നു. ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ് ഈ കാറ്റുകൾ വീശുന്നത്. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നിവയാണ് പ്രധാന സ്ഥിരവാദങ്ങൾ. സ്ഥിരവാദങ്ങൾ ഒന്നുകൂടെ പറയാം. വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണിവ. നിരന്തരവാദങ്ങൾ, ആഗോളവാദങ്ങൾ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ് ഈ കാറ്റുകൾ വീശുന്നത്. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നിവയാണ് പ്രധാന സ്ഥിരവാദങ്ങൾ. ഇനി താഴെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ കാറ്റുകളെക്കുറിച്ച് നോക്കാം.
0 അതായത് ഭൂമധ്യരേഖ ഒരു നിർവാത മേഖലയാണ്. അതിൻ്റെ മുകളിൽ വടക്ക് 30 ഡിഗ്രിയും താഴെ 30 ഡിഗ്രിയും എന്താണ് തെക്ക് പടിഞ്ഞാറൻ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ വീശുന്നു. ഇനി 60 ഡിഗ്രി വടക്കാണെങ്കിൽ പശ്ചിമവാദങ്ങളും 60 ഡിഗ്രി തെക്കാണെങ്കിൽ പശ്ചിമവാദങ്ങൾ താഴെയും വീശുന്നുണ്ട്. ഇനി 2 ധ്രുവങ്ങളിൽ 90 ഡിഗ്രിയിൽ ധ്രുവീയ വാദങ്ങളും വീശുന്നു. ഈ ആ മാപ്പ് നോക്കിയിട്ട് നമുക്ക് സ്ഥിരവാദങ്ങളും മർദ്ദമേഖലകളും ഇവിടെ താഴെ ഫില്ല് ചെയ്യാം. ആദ്യം വാണിജ്യവാദങ്ങൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുന്നത്. വാണിജ്യവാദങ്ങൾ എങ്ങനെയാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ, അതായത് മുകളിലും താഴെയുള്ള 30 ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് 0 ഡിഗ്രി ഭൂമധ്യരേഖ മേഖലയിലേക്കാണ്, അതായത് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുന്നത്. അടുത്തത് ഇവിടെ എന്തെഴുതാം? പശ്ചിമവാദങ്ങൾ എങ്ങനെയാണ് വീശുന്നത്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക്. എങ്ങനെയാണ് പശ്ചിമവാദങ്ങൾ? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക്. അടുത്തത് ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്കാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ വീശുന്നത്. അതായത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്കാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ വീശുന്നത്. അടുത്തതായി ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ അല്ലെങ്കിൽ ITCZ. ഉത്തര ദക്ഷിണാർദ്ധഗോളങ്ങളിൽ നിന്നുള്ള വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ പ്രദേശം അറിയപ്പെടുന്നതാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ അല്ലെങ്കിൽ ITCZ. സൂര്യൻ്റെ അയനത്തിനനുസരിച്ച് ITCZന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. വാണിജ്യവാദങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ വടക്കുകിഴക്കൻ കാറ്റുകളായും ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്കുകിഴക്കൻ കാറ്റുകളായും വീശുന്നു. ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തമാണ്. എന്തായിരിക്കും ഇതിനുള്ള കാരണം? ഉത്തരാർദ്ധഗോളത്തിൽ വൻകരകളുടെ സാന്നിധ്യം കൂടുതലായതിനാൽ ഘർഷണം കൂടുതലും പശ്ചിമവാദങ്ങളുടെ ശക്തി കുറവുമായിരിക്കും. ദക്ഷിണാർദ്ധഗോളത്തിൽ സമുദ്രങ്ങളാണ് കൂടുതലുള്ളത്. അവിടെ ഘർഷണവും കുറവായിരിക്കും. ഘർഷണം കുറവായതിനാൽ പശ്ചിമവാദങ്ങളുടെ ശക്തി കൂടുതലായിരിക്കും. അടുത്തതാണ് കാലികവാദങ്ങൾ. നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതി മാറുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ. ദൈനംദിനം ആവർത്തിക്കുന്ന പ്രാദേശിക വാദങ്ങളായ കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് എന്നിവയും ഉഷ്ണശൈത്യകാലങ്ങളിലുണ്ടാകുന്ന മൺസൂൺ കാറ്റുകളും കാലികവാദങ്ങളിൽ പെടുന്നു. അടുത്തതായി പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. ഇത് വീശുന്ന ദിശകൾ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. പർവ്വതക്കാറ്റ് പർവ്വതത്തിന് മുകളിൽ നിന്ന് താഴോട്ട്, താഴ്വരക്കാറ്റ് താഴെ നിന്ന് മുകളിലോട്ട്. അപ്പം രാത്രികാലങ്ങളിൽ പർവ്വത ചെരുവുകളിലെ വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതാണ് പർവ്വതക്കാറ്റ്. അപ്പോൾ എന്താണ് പർവ്വതക്കാറ്റ്? രാത്രികാലങ്ങളിൽ പർവ്വത ചെരുവിലെ വായു തണുത്ത് സങ്കോചിച്ച് ഇങ്ങോട്ടാണ് താഴ്ന്നിറങ്ങുന്നതാണ് പർവ്വതക്കാറ്റ്. അടുത്തത് പകൽ സൂര്യതാപമേറ്റ് പർവ്വത ചെരുവിലെ വായു വികസിച്ച് ഉയരുന്നത് താഴ്വരയിൽ നിന്ന് പർവ്വതം മുകളിലേക്ക് കാറ്റ് വീശുന്നതിന് കാരണമാകുന്നു. ഇതാണ് താഴ്വരക്കാറ്റ്. എന്താണ് താഴ്വരക്കാറ്റ്? പകൽ സമയത്ത് സൂര്യതാപമേറ്റ് പർവ്വത ചെരുവിലെ വായു വികസിച്ച് ഉയരുന്നത് താഴ്വരയിൽ നിന്ന് പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നതിന് കാരണമാകുന്നു. ഈ കാറ്റാണ് താഴ്വരക്കാറ്റ്. അടുത്തതാണ് മൺസൂൺ കാറ്റുകൾ. കാറ്റിൻ്റെ കാലികമായ ദിശാവ്യതിയാനമാണ് മൺസൂൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉഷ്ണകാലത്ത് ദക്ഷിണേഷ്യൻ വൻകര, പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡം വൻതോതിൽ ചൂട് പിടിക്കുന്നതിനാൽ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. താരതമ്യേന ഉയർന്ന മർദ്ദമുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ വൻകര ഭാഗത്തേക്ക് കാറ്റ് വീശുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ തെക്ക് പടിഞ്ഞാറ് നിന്ന് വീശുന്ന ഈ കാറ്റുകൾ കരയിൽ പ്രവേശിക്കുന്നതോടെ പലയിടത്തും വ്യാപകമായി മഴ ലഭിക്കുന്നു. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് മൺസൂൺ കാറ്റുകൾ? കാറ്റിൻ്റെ കാലികമായ ദിശാവ്യതിയാനമാണ് മൺസൂൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉഷ്ണകാലത്ത് ദക്ഷിണേഷ്യൻ വൻകര, പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡം വൻതോതിൽ ചൂട് പിടിക്കുന്നതിനാൽ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. താരതമ്യേന ഉയർന്ന മർദ്ദമുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ വൻകര ഭാഗത്തേക്ക് കാറ്റ് വീശുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ തെക്ക് പടിഞ്ഞാറ് നിന്നും വീശുന്ന ഈ കാറ്റുകൾ കരയിൽ പ്രവേശിക്കുന്നതോടെ പലയിടത്തും വ്യാപകമായി മഴ ലഭിക്കുന്നു. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ.
ശൈത്യകാലത്ത് ദക്ഷിണേഷ്യ ഉൾപ്പെടുന്ന ഉത്തര വൻകര ഭാഗങ്ങൾ കൊടും ശൈത്യത്തിൻ്റെ പിടിയിലമരുന്നതിനാൽ ഉത്തരേന്ത്യയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. ഇതിനാൽ കരയിൽ നിന്നും ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വടക്കുകിഴക്ക് ദിശയിൽ നിന്നും തുടർച്ചയായി കാറ്റ് വീശുന്നു. പൊതുവെ ഈർപ്പരഹിതമായ ഈ കാറ്റുകളെ വടക്കുകിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് വടക്കുകിഴക്കൻ മൺസൂൺ കാറ്റുകൾ? ശൈത്യകാലത്ത് ദക്ഷിണേഷ്യ ഉൾപ്പെടുന്ന വൻകര ഭാഗങ്ങൾ കൊടും ശൈത്യമായിരിക്കും. അപ്പോൾ ഉത്തരേന്ത്യയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. ഇതിനാൽ കരയിൽ നിന്നും ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും തുടർച്ചയായി കാറ്റ് വീശുന്നു. ഇത് ഈർപ്പരഹിതമായ കാറ്റുകളാണ്. ഈ കാറ്റുകളെ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് വിളിക്കുന്നു. ഇവിടെ മാപ്പിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്ക് മൺസൂൺ എന്നിവ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളും വാണിജ്യവാദങ്ങളും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം വീശുന്ന കാറ്റുകളാണ് ഈ വാണിജ്യവാദങ്ങൾ. ഇവ അച്ചുതണ്ടിൻ്റെ ചെരിവ് നിമിത്തം സൂര്യരശ്മികൾ ചില മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്കായിരിക്കും ലംബമായി പതിക്കുക. ഇത് ഈ പ്രദേശങ്ങളിൽ താപനില വർദ്ധിക്കും. അതനുസരിച്ച് മർദ്ദമേഖലകൾക്കും വടക്കോട്ട് സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലത്ത് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല വടക്കോട്ട് നീങ്ങുമ്പോൾ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും ഭൂമധ്യരേഖയ്ക്ക് കടന്ന് വടക്കോട്ട് നീങ്ങും. ഭൂമധ്യരേഖ കടക്കുന്നതോടെ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ കോറിയോലിസ് പ്രഭാവം മൂലം ദിശാവ്യതിയാനം സംഭവിച്ച് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായി രൂപാന്തരം പ്രാപിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളും വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളൊക്കെ വരുന്നത്. അടുത്തതാണ് പ്രാദേശികവാദങ്ങൾ. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. പ്രാദേശികവാദങ്ങളിലേറെയും കാലികമാണ്. അതത് പ്രാദേശിക നാമങ്ങളിലാണ് ഈ കാറ്റുകൾ അറിയപ്പെടുന്നത്. അവയിൽ ചില കാറ്റുകളാണ് താഴെ പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. നോക്കാം. ബോക്സിൽ നോക്കാം. പ്രാദേശികവാദങ്ങൾ, വീശുന്ന പ്രദേശം, സവിശേഷതകൾ. ഈ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പോയിട്ടുണ്ട്. ആദ്യം പ്രാദേശികവാദമാണ് ലൂ. ഉത്തരേന്ത്യൻ സമതലത്തിലാണ് വീശുന്നത്. സവിശേഷത എന്താണ്? ഇതൊരു ഉഷ്ണക്കാറ്റാണ്. അടുത്തത് ചിനൂക്ക്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതച്ചെരിവിലൂടെ വീശുന്നു. ഇതൊരു വരണ്ട ഉഷ്ണക്കാറ്റാണ്. അടുത്തത് ഫൊൻ. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതച്ചെരിവിലാണ് വീശുന്നത്. വരണ്ട ഉഷ്ണക്കാറ്റാണ്. ഹർമാറ്റൺ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിലാണ് വീശുന്നത്. ഇത് കൊടും ചൂടിന് ശമനമേകുന്ന കാറ്റാണ് ഹർമാറ്റൺ. അപ്പം ലൂ ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ്. ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതച്ചെരിവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ്. ഫോൻ യൂറോപ്പിലെ ആൽപ്സ് പർവ്വതച്ചെരിവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ്. ഹർമാറ്റൺ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്നു. കൊടും ചൂടിന് അവിടെ ശമനമേകുന്നു ഈ കാറ്റ്. അടുത്തത് അസ്ഥിരവാദങ്ങൾ. ഹ്രസ്വകാലം മാത്രം നിലനിൽക്കുന്നതും ശക്തിയോ ദിശയോ പ്രവചിക്കാനാകാത്തതുമായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ. ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും ഈ ഗണത്തിൽ പെടുന്നു. അപ്പോൾ അസ്ഥിരവാദങ്ങൾ എന്നാൽ ഹ്രസ്വകാലം മാത്രം നിലനിൽക്കുന്നതും ശക്തിയോ ദിശയോ പ്രവചിക്കാനാകാത്തതുമായ കാറ്റുകളാണ്. ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും ഇതിനുദാഹരണമാണ്. ആദ്യം ചക്രവാദങ്ങൾ. ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്നും ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് ചക്രവാതങ്ങൾ. ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഉഷ്ണമേഖലയിൽ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങൾക്ക് മിതോഷ്ണമേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് വ്യാപ്തി കുറവാണെങ്കിലും കൂടുതൽ വിനാശകാരികളാണ്. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾക്ക് മുകളിലാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ തീരം തൊടുന്നതോടെ സജീവമാകുന്നു. കരയിലെ താപസാഹചര്യങ്ങൾ കടലിൽ നിന്നും വ്യത്യസ്തമായതും കരയിൽ ഘർഷണം കൂടുതലുമായാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ കരയിൽ കയറുന്നതോടുകൂടി സജീവമാകാൻ കാരണം. തീരദേശങ്ങളിൽ അതിശക്തമായ ചുഴലിക്കാറ്റുകൾക്കും മഴയ്ക്കും കാരണമാവുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹരിക്കെയിൻസ്, ടൈഫൂൺസ്, വില്ലി വില്ലീസ്, ടൊർണാഡോ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് ചക്രവാതങ്ങൾ? ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്നും ശക്തമായി കാറ്റ് ചുഴലി
ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് ചക്രവാതങ്ങൾ. ഉഷ്ണമേഖലയിൽ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങൾക്ക് മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് വ്യാപ്തി കുറവാണെങ്കിലും കൂടുതൽ വിനാശകാരികളാണ്. ഇനി ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ രൂപം കൊള്ളുന്നത് എവിടെയാണ്? ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾക്ക് മുകളിലാണ്. ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്ന ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ തീരം തൊടുന്നതോടെ സജീവമാകുന്നു. ഇനി കരയിലെ താപസാഹചര്യങ്ങൾ കടലിൽ നിന്ന് വ്യത്യസ്തമായതും കരയിൽ ഘർഷണം കൂടുതലായതുമാണ് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾക്ക് കരയിൽ കയറുമ്പോൾ നിർജീവമാവാൻ കാരണം. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ തീരദേശങ്ങളിൽ അതിശക്തമായ ചുഴലിക്കാറ്റുകൾക്കും മഴയ്ക്കും കാരണമാകുന്നു. ഇനി ചക്രവാതങ്ങൾക്ക് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ടൈഫൂൺസ്, ഹരിക്കെയിൻ, വില്ലീസ്, ടൊർണാഡോ. അപ്പോൾ ഇതൊക്കെ വീശുന്ന പ്രദേശങ്ങളൊന്ന് പറയാം. ടൈഫൂൺ ദക്ഷിണ ചൈന കടലിലാണ് വീശുന്നത്. ഇനി ഹരിക്കെയിൻസ് കരീബിയൻ കടൽ, മെക്സിക്കോ കടൽ, വെസ്റ്റ് ഇൻഡീസ് എന്ന ഭാഗങ്ങളിലാണ് വീശുന്നത്. സൈക്ലോൺ ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും വീശുന്നു. വില്ലീസ് ഓസ്ട്രേലിയയിലാണ് വീശുന്നത്. ടൊർണാഡോ വീശുന്നത് അമേരിക്കയിലാണ്. അപ്പം ചക്രവാതങ്ങൾ വീശുന്ന പ്രദേശങ്ങളും മനസ്സിലാക്കാം. ടൈഫൂണ് ദക്ഷിണ ചൈന കടൽ. അപ്പോൾ ടൈഫൂണിനെ തൈഫൂൺ എന്ന് ഓർത്താൽ ദക്ഷിണ ചൈന കടൽ എന്ന് കിട്ടും. ഇനി ഹരിക്കെയിൻസ് വീശുന്നത് കരീബിയൻ കടൽ, വെസ്റ്റ് ഇൻഡീസ്, മെക്സിക്കോ ഉൾക്കടലാണ്. അപ്പം അതിന് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഹരിക്കെയിൻസ്, അതായത് ഹരിയുടെ മിക്സി കരിഞ്ഞ് വേസ്റ്റായി. അപ്പോൾ ഹരിക്കെയിൻസ് കരീബിയൻ കടൽ, മെക്സിക്കോ, വെസ്റ്റ് ഇൻഡീസ് അങ്ങനെ ഓർക്കാം. സൈക്ലോണ് ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമാണ് വീശുന്നത്. വില്ലീസ് ഓസ്ട്രേലിയ, രണ്ടിലും ലാ ഉള്ളതുകൊണ്ട് വില്ലീസ് ഓസ്ട്രേലിയ അങ്ങനെ ഓർക്കാം. ടൊർണാഡോ അമേരിക്ക. മിതോഷ്ണ മേഖലയിൽ ഉഷ്ണവായുവും ശീതവായുവും സന്ധിക്കുന്ന വാതമുഖങ്ങളിലാണ് മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങൾ ജന്മമെടുക്കുന്നത്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് മിതോഷ്ണ ചക്രവാതങ്ങളുടെ വ്യാപ്തി കൂടുതലാണെങ്കിലും ഇത് വിനാശകാരികളല്ല. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം ന്യൂനമർദ്ദ വ്യവസ്ഥകൾക്ക് വൻകരകൾക്ക് മുകളിലൂടെ നീങ്ങാൻ കഴിയുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങളിലെ വായുപ്രവാഹം എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലുമാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. മിതോഷ്ണ മേഖലയിൽ ഉഷ്ണവായുവും ശീതവായുവും സന്ധിക്കുന്ന വാതമുഖങ്ങളിലാണ് മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങൾ ജന്മമെടുക്കുന്നത്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് മിതോഷ്ണ ചക്രവാതങ്ങളുടെ വ്യാപ്തി കൂടുതലാണെങ്കിലും ഇത് വിനാശകാരികളല്ല. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരം ന്യൂനമർദ്ദ വ്യവസ്ഥകൾക്ക് വൻകരകൾക്ക് മുകളിലൂടെ നീങ്ങാൻ കഴിയുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ എങ്ങനെയാണ്? ചക്രവാതത്തിലെ വായുപ്രവാഹം ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ അത് ഘടികാര ദിശയിലുമാണ് വീശുന്നത്. ഇപ്പോൾ നമ്മൾ ചക്രവാതങ്ങളും ഉഷ്ണമേഖല, മിതോഷ്ണ മേഖല ചക്രവാതങ്ങളാണ് പഠിച്ചത്. അടുത്തതാണ് പ്രതിചക്രവാതങ്ങൾ. അടുത്തതായി പ്രതിചക്രവാതങ്ങൾ. ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക് കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് പ്രതിചക്രവാതങ്ങൾ. അതായത് ചക്രവാതങ്ങളുടെ നേരെ ഓപ്പോസിറ്റാണ് ഇത്. ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്കാണ് ചുഴറ്റി വീശുന്നത്. ഇത് കാര്യമായ അന്തരീക്ഷ പ്രക്ഷുബ്ധതകൾ സൃഷ്ടിക്കാറില്ല. ഉത്തരാർദ്ധഗോളത്തിൽ ഘടികാര ദിശയ്ക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലുമാണ് പ്രതിചക്രവാതങ്ങൾ വീശുന്നത്. അപ്പോൾ നേരത്തെ ചക്രവാതത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് എങ്ങനെയാണ്? ഉത്തരാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലുമാണ് പ്രതിചക്രവാതത്തിൽ കാറ്റ് വീശുന്നത്. ഭൂമിയിൽ ഓരോ പ്രദേശത്തും ഓരോ കാലത്തും ലഭ്യമാകുന്ന സൗരോർജം അതത് പ്രദേശങ്ങളിലെ വായുചലനങ്ങൾക്ക് കാരണമാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പം സൗരോർജത്തിൻ്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രധാന ദിനാന്തരീക്ഷ ഘടകമാണ് അന്തരീക്ഷ ആർദ്രത. ഇനി നമ്മൾ അന്തരീക്ഷ ആർദ്രതയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആർദ്രത അതായത് ജലം ചൂടാകുമ്പോൾ നീരാവിയായി ഉയർന്നു പോകുന്നു. സമാനമായി സൂര്യാതപമേറ്റ് ഭൂമിയിലെ ഉപരിതലത്തിലെ എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്നും വ്യത്യസ്ത അളവിൽ ജലം ബാഷ്പമായി അന്തരീക്ഷത്തിലെത്തുന്നു. ജലബാഷ്പം അദൃശ്യമായി അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്നു. അന്തരീക്ഷത്തിൽ അദൃശ്യമായി നിലകൊള്ളുന്ന ജലാംശത്തെ അന്തരീക്ഷ ആർദ്രത എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് ആർദ്രത എന്ന് പറഞ്ഞത്? സൂര്യാതപമേറ്റ് ഭൂമിയുടെ ഉപരിതലത്തിലെ എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്നും വ്യത്യസ്ത അളവിൽ ജലം ബാഷ്പമായി അന്തരീക്ഷത്തിലെത്തുന്നു. ഈ ജലബാഷ്പം അന്തരീക്ഷത്തിൽ അദൃശ്യമായി നിലകൊള്ളുന്നു. അന്തരീക്ഷത്തിൽ അദൃശ്യമായി നിലകൊള്ളുന്ന ജലാംശത്തെ എന്ത് വിളിക്കുന്നു? അന്തരീക്ഷ ആർദ്രത എന്ന് വിളിക്കുന്നു.
നിശ്ചിത വ്യാപ്തം അന്തരീക്ഷവായുവിൽ അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ ജലത്തിൻ്റെ യഥാർത്ഥ അളവിലെ കേവല ആർദ്രത എന്ന് വിളിക്കുന്നു. എന്താണ് കേവല ആർദ്രത? നിശ്ചിത വ്യാപ്തം അന്തരീക്ഷവായുവിൽ അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷത്തിൻ്റെ ജലത്തിൻ്റെ യഥാർത്ഥ അളവാണ് കേവല ആർദ്രത. ഇനി ഓരോ പ്രദേശത്തെയും അന്തരീക്ഷ താപനിലയ്ക്കും ജലസ്രോതസ്സുകളുടെ ലഭ്യതയ്ക്കും അനുസരിച്ച് ജലത്തിൻ്റെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. അപ്പം ഓരോ പ്രദേശത്തെയും അന്തരീക്ഷ താപനിലയ്ക്കും അവിടെ ഉണ്ടാകുന്ന കിണറുകളുടെയും കുളങ്ങളുടെയും അതായത് ജലസ്രോതസ്സുകളുടെ ലഭ്യതയ്ക്കും അനുസരിച്ച് അവിടെ അന്തരീക്ഷ ജലത്തിൻ്റെ അളവിലും ഏറ്റക്കുറച്ചിലുകൾ കാണപ്പെടുന്നു. ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ജലബാഷ്പത്തിന് ഒരു പരിധിയുണ്ട്. ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള ജലത്തിൻ്റെ യഥാർത്ഥ അളവും ആ നിർണായക ഊഷ്മാവിൽ വായുവിന് ആകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലാംശവും തമ്മിലുള്ള അനുപാതത്തെ ആപേക്ഷിക ആർദ്രത എന്ന് വിളിക്കുന്നു. ഇത് സാധാരണയായിട്ട് ശതമാനത്തിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ജലബാഷ്പത്തിന് ഒരു പരിധിയുണ്ട്. ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള ജലത്തിൻ്റെ യഥാർത്ഥ അളവും ആ നിർണായക ഊഷ്മാവിൽ വായുവിനെ ആകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലാംശവും തമ്മിലുള്ള അനുപാതത്തെ ആപേക്ഷിക ആർദ്രത എന്ന് വിളിക്കുന്നു. ഇത് ശതമാനത്തിൽ കണക്കാക്കുന്നു. അതായത് താഴെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ആപേക്ഷിക ആർദ്രത ഈക്വൽ ടു കേവല ആർദ്രത ഡിവൈഡഡ് ബൈ അന്തരീക്ഷത്തിൻ്റെ ആകെ ജലാകിരണ ശേഷി ഇൻറ്റു 100. അതായത് ശതമാനത്തിൽ ആണ് കണക്കാക്കുമ്പോൾ അപ്പോൾ ഇൻറ്റു 100. ആപേക്ഷിക ആർദ്രത ഈക്വൽ ടു കേവല ആർദ്രത ഡിവൈഡഡ് ബൈ അന്തരീക്ഷത്തിലെ ആകെ ജലാകിരണ ശേഷി ഇൻറ്റു 100. അടുത്തത് ബോക്സിൽ നോക്കാം. ഹൈഗ്രോമീറ്റർ, വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ നമ്മൾ അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം. വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററിൽ രേഖപ്പെടുത്തുന്ന താപവ്യത്യാസം ഉപയോഗപ്പെടുത്തിയും അന്തരീക്ഷത്തിലെ ആപേക്ഷിക ആർദ്രത കണക്കാക്കാം. അപ്പം ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്ന രണ്ട് ഉപകരണങ്ങളാണ് ഹൈഗ്രോമീറ്ററും വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററും. അന്തരീക്ഷം പൂർണ്ണമായും ജലപൂരിതമാകുന്ന അവസ്ഥയെ പൂരിതാവസ്ഥ എന്നും അന്തരീക്ഷം ജലപൂരിതമാകുന്ന നിർണായക ഊഷ്മാവിനെ പൂരിതാങ്കം എന്നും വിളിക്കുന്നു. അപ്പോൾ അന്തരീക്ഷം പൂർണ്ണമായും ജലപൂരിതമാകുന്ന അവസ്ഥയാണ് പൂരിതാവസ്ഥ. ഇനി അന്തരീക്ഷം ജലപൂരിതമാകുന്ന നിർണായക ഊഷ്മാവിനെ നമ്മൾ പറയുന്നു? പൂരിതാങ്കം എന്നും വിളിക്കുന്നു. അന്തരീക്ഷം ജലപൂരിതമാകുന്നതോടെ ഘനീകരണം ആരംഭിക്കുന്നു. ഇനി എന്താണ് ഘനീകരണം? അന്തരീക്ഷ ജലാംശം ഘനീഭവിച്ച് ജലകണികകളായി മാറുമ്പോൾ മാത്രമാണ് അന്തരീക്ഷത്തിലെ ജലസാന്നിധ്യം നമുക്ക് ദൃശ്യമാകുന്നത്. ഘനീകരണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് തുഷാരം, ഹിമം, മൂടൽമഞ്ഞ്, മേഘം. അപ്പോൾ ഘനീകരണ രൂപങ്ങളാണ് തുഷാരം, ഹിമം, മൂടൽമഞ്ഞ്, മേഘം എന്നിവ. ഇടയ്ക്ക് ഇവിടെ നല്ലൊരു മഴയും ഇടിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് സൗണ്ടിൽ ഇത്തിരി ഡിസ്റ്റർബൻസൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അടുത്തത് നോക്കാം. തുഷാരം. രാത്രികാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി പുൽക്കൊടികളിലും ഇലകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിക്കുന്നു. ഇതാണ് തുഷാരം. രാത്രികാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി പുൽക്കൊടികളിലും ഇലകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിക്കുന്നു. അടുത്തത് ഹിമം. അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെ കുറയുന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ തുഷാരത്തിൻ്റെ സ്ഥാനത്ത് നേർത്ത ഹിമകണികകൾ രൂപം കൊള്ളുന്നു. ഇതാണ് ഹിമം. അന്തരീക്ഷ താപനില എപ്പോഴാണ് 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെ കുറയുന്ന പ്രദേശങ്ങളിലാണ് രാത്രികാലങ്ങളിൽ തുഷാരത്തിൻ്റെ സ്ഥാനത്ത് എന്തുണ്ടാകും? ഹിമകണികകൾ രൂപം കൊള്ളുന്നു. അടുത്തത് മൂടൽമഞ്ഞ്. അന്തരീക്ഷം തണുക്കുമ്പോൾ നീരാവി ഘനീഭവിച്ച് നേർത്ത ജലകണികകളായി അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ പൊടിപടലങ്ങളിൽ കേന്ദ്രീകരിച്ച് ഘനീഭവിക്കൽ നടക്കുന്നതിനാലാണ് മൂടൽമഞ്ഞ് ഉണ്ടാകുന്നത്. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ചയെ അടിസ്ഥാനമാക്കി അതിനെ നേർത്ത മൂടൽമഞ്ഞ്, കനത്ത മൂടൽമഞ്ഞ് എന്നിങ്ങനെ തരംതിരിക്കാം. നേർത്ത മൂടൽമഞ്ഞിനെ മിസ്റ്റ് എന്ന് പറയുന്നു. കനത്ത മൂടൽമഞ്ഞാണ് ഫോഗ്. അടുത്തതായി മേഘങ്ങൾ, ക്ലൗഡ്സ്.
അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീഭവിക്കൽ നടക്കുന്നതിലൂടെയാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലിപ്പം 0.001 സെൻറ്റിമീറ്ററിൽ താഴെയാണ്. അതിനാൽ ഇവ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. അന്തരീക്ഷത്തിൽ ആകാശത്ത് വിവിധതരം മേഘങ്ങൾ നമുക്ക് കാണാനാകും. മേഘങ്ങളെ അവയുടെ രൂപത്തിൻ്റെയും രൂപീകൃതമാകുന്ന ഉയരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയർന്ന വിതാനത്ത് നേർത്ത തൂവൽക്കെട്ടുകൾക്ക് സമാനമായി കാണുന്ന മേഘങ്ങളെ സിറസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. അതായത് തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയർന്ന വിതാനത്ത് നേർത്ത തൂവൽക്കെട്ടുകൾക്ക് സമാനമായി കാണുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളെ സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളെ എന്താണ്? സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. സ്ട്രാറ്റസ്. ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ഞുകെട്ടുകൾക്ക് സമാനമായ മേഘങ്ങളെ ക്യുമുലസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതൽ വ്യാപകമായി വ്യാപിച്ചു കിടക്കുന്നു. അതായത് ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായി മേഘങ്ങളാണ് ക്യുമുലസ്. ഇവയെ കോളിഫ്ലവർ ആകൃതി എന്നും പറയാറുണ്ട്. ഇവയാണ് ക്യുമുലസ് മേഘങ്ങൾ. ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതലായി വ്യാപിച്ചു കിടക്കുന്നു. താഴ്ന്ന വിതാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നത്. സാന്ദ്രമായ ജലകണികകൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാത്തതിനാലാണ് ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ താഴ്ന്ന വിതാനങ്ങളിൽ കാണപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ഈ ഇരുണ്ട അവസ്ഥയ്ക്ക് കാരണം സാന്ദ്രമായ ജലകണികകൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാത്തതിനാലാണ്. ഇനി ഈ സിറസ് മേഘങ്ങൾ, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ് എന്നീ മേഘങ്ങളൊക്കെ എന്താണ്? പൊതുവെ സ്വതന്ത്രമായി ആകാശത്ത് നമുക്ക് കാണാൻ കഴിയില്ല. വ്യത്യസ്ത തരം മേഘങ്ങളുടെ കൂടിച്ചേർന്ന അവസ്ഥയാണ് നമുക്ക് പലപ്പോഴും ദൃശ്യമാകുന്നത്. ഇത്തരം മേഘങ്ങളെ സീറോ സ്ട്രാറ്റസ്, സ്ട്രാറ്റോ ക്യുമുലസ്, ക്യുമുലോ നിംബസ്, നിംബോ സ്ട്രാറ്റസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു, അതായത് വിളിക്കുന്നു. കാരണം രണ്ട് തരത്തിലുള്ള മേഘങ്ങൾ കൂടിച്ചേർന്ന് കാണുമ്പോൾ എന്താണ്? സിറോ സ്ട്രാറ്റസ്, സ്ട്രാറ്റോ ക്യുമുലസ്, ക്യുമുലോ നിംബസ്, നിംബോ സ്ട്രാറ്റസ് തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു. തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിൽ ജലകണികകളുടെ വലുപ്പം കൂടി വരുന്നു. ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തത്ര വലുപ്പത്തിൽ ആർജിക്കുന്നതോടുകൂടി ജലകണികകൾ മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും പെടുകയും വ്യത്യസ്ത രൂപങ്ങളിൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നു. ഇതാണ് വർഷണം. അതായത് എന്താണ്? തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിൽ ജലകണികകളുടെ വലിപ്പം കൂടിക്കൂടി വരുന്നു. അപ്പോൾ ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ ഇവയ്ക്ക് കഴിയാത്തത്ര വലിപ്പം ഇവർക്ക് വരുന്നു. അപ്പം ജലകണികകൾ മഴമേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും വ്യത്യസ്ത രൂപങ്ങളിൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നു. ഇതെന്തറിയപ്പെടുന്നു? വർഷണം എന്ന് അറിയപ്പെടുന്നു. ഇത്തരത്തിലുള്ള വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴ വീഴ്ച എന്നിവ. ജലത്തുള്ളികളിലായി നമുക്ക് കൂടുതൽ അനുഭവേദ്യമായ വർഷണരൂപമാണ് എന്ത്? മഴ. ജലത്തുള്ളികളായി നമുക്ക് അനുഭവപ്പെടുന്ന വർഷണരൂപമാണ് മഴ. ശൈത്യ കാലാവസ്ഥാ പ്രദേശങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥാ പ്രദേശങ്ങളിലെ ശൈത്യകാലത്തും അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായതിനാൽ വർഷണം നേർത്ത ഹിമപ്പരലുകളുടെ രൂപത്തിലാണ് ഉണ്ടാവുക. ഇതാണ് മഞ്ഞുവീഴ്ച. അപ്പം അന്തരീക്ഷ താപനില ഏറ്റവും കുറഞ്ഞ് 0 ഡിഗ്രി സെൽഷ്യസ് താഴെയാകുമ്പോൾ വർഷണം നേർത്ത ഹിമപ്പരലുകളുടെ രൂപത്തിലാണ്. ഇതിനെന്താണ്? മഞ്ഞുവീഴ്ച എന്നറിയപ്പെടുന്നു. മേഘങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ട ജലകണികകൾ അന്തരീക്ഷത്തിൻ്റെ വിവിധ തരങ്ങളിൽ വെച്ച് ആവർത്തിച്ചുള്ള ഘനീകരണത്തിന് വിധേയമാകുന്നതിനാൽ പാളികളായി തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നു. ഇതിനെ ആലിപ്പഴ വീഴ്ച എന്ന് പറയുന്നു. അതായത് മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ജലകണികകൾ അന്തരീക്ഷത്തിലെ വിവിധ തലങ്ങളിൽ വെച്ച് വീണ്ടും ആവർത്തിച്ച ഘനീകരണത്തിന് വിധേയമാകുന്നു. അപ്പോൾ പാളികളായി തണുത്തുറഞ്ഞ് അത് മഞ്ഞുകട്ടയുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നു. ഇതാണ് ആലിപ്പഴ വീഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ചിത്രത്തിൽ നമുക്ക് മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം ഒക്കെ കാണാം. അടുത്തത് നോക്കാം. മഴ എങ്ങനെയെല്ലാം? കടലിൽ നിന്നും നീരാവി പൂരിതമായ കാറ്റ് കരയിൽ പ്രവേശിക്കുകയും പർവ്വതച്ചെരുവുകളിൽ തട്ടി ഉയരുകയും ചെയ്യുന്നു. ഇത് കാറ്റിന് അഭിമുഖമായ പർവ്വത പ്രദേശത്ത് ഘനീകരണത്തിനും മഴമേഘങ്ങളുടെ രൂപീകരണത്തിനും ഇടയാക്കുന്നു. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ പർവ്വതമഴ എന്ന് വിളിക്കുന്നു.
കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതിനാൽ അവിടങ്ങളിൽ മഴ ലഭിക്കുന്നില്ല. ഇത്തരം പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പർവ്വതമഴ എന്താണ്? കടലിൽ നിന്നും നീരാവിപൂരിതമായ കാറ്റ് കരയിൽ പ്രവേശിക്കുകയും പർവ്വതച്ചെരുവുകളിൽ തട്ടി ഉയരുകയും ചെയ്യുന്നു. ഇത് കാറ്റിന് അഭിമുഖമായ പർവ്വതവശത്ത് ഘനീകരണത്തിനും മഴമേഘങ്ങളുടെ രൂപീകരണത്തിനും കാരണമാകുന്നു. ഇത്തരത്തിലുണ്ടാകുന്ന മഴയാണ് പർവ്വതമഴ. എന്നാൽ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതിനാൽ അവിടങ്ങളിൽ മഴ ലഭിക്കുന്നില്ല. ഇതാണ് മഴനിഴൽ പ്രദേശങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഉഷ്ണകാലത്ത് ഉച്ചതിരിഞ്ഞുള്ള സമയങ്ങളിൽ മഴയുണ്ടാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. സംവഹന പ്രക്രിയയിലൂടെയാണ് ഇതുണ്ടാകുന്നത്. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ സംവഹന വൃഷ്ടി എന്ന് വിളിക്കുന്നു. അതായത് ഉഷ്ണകാലത്ത് ഉച്ചതിരിഞ്ഞുള്ള സമയങ്ങളിൽ സംവഹന പ്രക്രിയയിലുണ്ടാകുന്ന മഴയാണ് സംവഹന വൃഷ്ടി. സാധാരണയായി ഉച്ചതിരിഞ്ഞ് ഇത്തരത്തിൽ മഴയുണ്ടാകുന്നു എന്നതിനാൽ സംവഹന മഴയെ 4 മണി മഴ എന്നും വിളിക്കാറുണ്ട്. ഒരു ചക്രവാത വ്യവസ്ഥയിൽ ഉഷ്ണവായുവും ശീതവായുവും കൂടിച്ചേരുമ്പോൾ ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും തുടർന്ന് ഘനീകരണത്തിനും മഴയ്ക്കും കാരണമാവുകയും ചെയ്യുന്നു. ഇതാണ് ചക്രവാത വൃഷ്ടി. എന്താണ്? ഒരു ചക്രവാത വ്യവസ്ഥയിൽ ഉഷ്ണവായുവും ശീതവായുവും കൂടിച്ചേരുമ്പോൾ ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും തുടർന്ന് ഘനീകരണത്തിനും മഴയ്ക്കും കാരണമാവുകയും ചെയ്യുന്നു. ഇതാണ് ചക്രവാത വൃഷ്ടി. ഉഷ്ണ ശീതവായു സഞ്ചയങ്ങളിൽ സംയോജിക്കുന്ന അതിരുകളെ വാതമുഖങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അതായത് ഉഷ്ണ ശീതവായു സഞ്ചയങ്ങൾ സംയോജിക്കുന്ന അതിരുകൾ എന്തറിയപ്പെടുന്നു? വാതമുഖങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഇത്തരം മഴയെ വാതമുഖ മഴ എന്നും വിളിക്കുന്നു. ജീവഗ്രഹമായ നമ്മുടെ ഭൂമിയിലെ സകല സ്പന്ദനങ്ങളും നിലനിർത്തുന്നത് സൂര്യനാണ്. അതുപോലെ ഭൂമിക്ക് ഒരു സ്വാഭാവിക താപസന്തുലന സംവിധാനമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അന്തരീക്ഷത്തിൻ്റെ ഘടക സംരചനയിൽ ത്വരിത മാറ്റം മൂലമുണ്ടാകുന്ന മേൽപ്പറഞ്ഞ താപസന്തുലനം സാധ്യമാകാതെ വരുന്നു എന്ന് പഠനങ്ങൾ വെളിവാക്കുന്നു. സ്വാഭാവികവും മനുഷ്യജന്യവുമായ കാരണങ്ങൾ കൊണ്ട് ആഗോള കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം സംബന്ധിച്ച് വരും അധ്യായങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അശാസ്ത്രീയവും പരിസ്ഥിതി സൗഹാർദ്ദപരവുമല്ലാത്ത മനുഷ്യ ഇടപെടലുകൾ സ്വയം നിയന്ത്രിച്ച് അന്തരീക്ഷത്തിൻ്റെ ലോല സന്തുലനം നിലനിർത്തുക വഴി ഇനിയും തലമുറകൾക്ക് ഭീഷണിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ജീവഗ്രഹത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം. ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം. അതിതീവ്ര മഴയും മേഘവിസ്ഫോടനവും. ചില പ്രത്യേക പ്രദേശങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിൽ മഴയുണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് അതിതീവ്ര മഴ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് മിന്നൽ പ്രളയങ്ങൾക്കും ഉരുൾപൊട്ടലിനും കാരണമാകുന്നു. മണിക്കൂറിൽ 10 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാലാണ് മേഘവിസ്ഫോടനമായി കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് മേഘവിസ്ഫോടനം? മണിക്കൂറിൽ 10 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാൽ അതാണ് മേഘവിസ്ഫോടനമായി കണക്കാക്കപ്പെടുന്നത്. മേഘവിസ്ഫോടനങ്ങൾ കൂടുതലുണ്ടാകുന്നത് പർവ്വത മേഖലകളിലാണ്. കേരളത്തിലെ കവളപ്പാറ, പുത്തുമല പ്രദേശങ്ങളിൽ സർവനാശം വിതച്ച ഉരുൾപൊട്ടലുകൾ ഉണ്ടായ വർഷം ഏതാണ്? 2019. എവിടെയൊക്കെയാണ്? കവളപ്പാറ, പുത്തുമല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായത് 2019. ഇതിന് കാരണം മേഘവിസ്ഫോടനം മൂലമുണ്ടായ അതിതീവ്ര മഴയായിരുന്നു. മേഘവിസ്ഫോടനം മൂലം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായ വർഷം 2024. 2024 എവിടെയാണ് ഉരുൾപൊട്ടലുണ്ടായത്? മുണ്ടക്കൈ ചൂരൽമല, ഇത് വയനാട്ടിലാണ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ആവർത്തിച്ച് കേൾക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.